കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എമ്പുരാൻ സിനിമയാണ്. അത് ഇറങ്ങിയിട്ട് 3-4 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും ഇന്ത്യയിൽ മുഴുവനും അത് ചർച്ചാ വിഷയമാണ്. കാരണം അതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോൾ സിനിമാ പ്രവർത്തകർ തമ്മിൽ, എമ്പുരാൻ ടീമിൻ്റെ അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നടൻ പൃഥ്വിരാജിൻ്റെ അമ്മ പറയുന്നത് അദ്ദേഹം ആരെയും ചതിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരാമർശം വരുന്നത് നടൻ മോഹൻലാൽ സിനിമയുടെ പ്രിവ്യൂ ഒന്നും കാണാതെയാണ് ഇരുന്നത് എന്നുള്ളതാണ് മേജർ രവി സാറ് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള ഒരു പൊട്ടത്തരമാണ്. കാരണം സിനിമയുടെ പ്രിവ്യൂ കാണാതെ എങ്ങനെയാണ് ഇത് റിലീസിലേക്ക് പോകുന്നത്? ആ നടന് ആ പറഞ്ഞിരിക്കുന്ന എല്ലാ ഷോട്ടുകളും കാണേണ്ടതാണല്ലോ. കാരണം ആ നടൻ്റെ സിനിമയല്ലേ പുറത്തിറങ്ങുന്നത്. അപ്പോൾ മേജർ രവി സാറ് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ വാക്ക് മാറ്റിയാണ് പറയുന്നത്. ആദ്യമേ അദ്ദേഹം പൃഥ്വിരാജിന് മോഹൻലാലിന് അനുകൂലമായിട്ട് പറഞ്ഞെങ്കിൽ പിന്നീട് തള്ളി പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. അതിനെ പറ്റിയ ഒരു പാളിച്ചയാണ്. കലാസൃഷ്ടി എന്ന നിലയ്ക്ക് ആദ്യമേ നല്ലത് പറഞ്ഞു. മല്ലിക ചേച്ചിയുടെ വികാരം ഒരു അമ്മയുടെ വികാരമാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 2 ചേരിയായിട്ട് തിരിഞ്ഞു മലയാളം സിനിമാ ലോകം. ഒന്ന് BJPയുടെ ചേരിയും 2 ഇടതുപക്ഷത്തിൻ്റെ ചേരിയും. അപ്പോൾ മേജർ രവി സാറും മറ്റുള്ള വ്യക്തികൾ, അതായത് BJPയെ അനുകൂലിക്കുന്ന വ്യക്തികൾ, ഇത് അംഗീകരിക്കാൻ ഒരിക്കലും അവർക്ക് പറ്റില്ല. കാരണം അവരെല്ലാവരും BJP രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഗോദ്ര സംഭവം ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളെ താറടിക്കുകയും മുസ്ലിങ്ങളെ ഉയർത്തി പറയുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ആ സംഭവം നടന്നത്, പറയപ്പെടുന്നത് മുസ്ലിങ്ങൾ തന്നെ ആ ട്രെയിൻ കോച്ചുകൾ കത്തിച്ചു എന്നാണ് പറയുന്നത്. അതിന് വെറുതെ കത്തിച്ചതല്ല, അയോധ്യ രാമക്ഷേത്രത്തിനോടുള്ള ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അവർക്ക് ദേഷ്യവും വൈരാഗ്യവും വന്നതുകൊണ്ട് അവർ ചെയ്തതാണ്. ആരും വെറുതെ ഒന്നും കത്തിക്കില്ലല്ലോ. അപ്പോൾ അവിടുന്നാണ് ഇന്ത്യയിൽ വർഗീയതകൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അതൊരു മുറിവേറ്റ ഒരു അനുഭവമാണ്. അത് സിനിമയിലൂടെ കാണിച്ച് പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടേണ്ട ഒരു ആവശ്യവുമില്ല. അത് സിനിമയിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അത് സിനിമയിൽ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് അതിൻ്റെ അനന്തരഫലങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇരിക്കുന്നത്.